തന്നെ തന്ത്രി കൈക്കലാക്കിയ വാജീവാഹനം, ആ വാജീവാഹനം ഇന്നിപ്പോൾ അന്വേഷണത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ കൈകളിലേക്ക് എത്തുകയും അത് തിരിച്ച് ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ തന്നെ ഭക്തരുടെയും സ്വന്തമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നെത്തി നിൽക്കുകയാണ്. ഇതാ നിങ്ങൾ രാഷ്ട്രീയക്കാരെ കുഴപ്പം. എന്തിനും പറയാം റൂട്ട് മാറ്റിവിടും. നമ്മുടെ റൂട്ടിലേക്ക് ഫാക്റ്റായി കിടക്കുന്ന ക്ഷേത്രക്കൊള്ളയിൽ കിടക്കുന്ന നിങ്ങളുടെ രണ്ട് നേതാക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ പ്രാഥമികമായി നടപടി പോലും ചെയ്യാതെ പ്രയാറിന് നേരെ കൈകൂണ്ടാൻ നിങ്ങൾക്ക് ധാർമ്മിക അവകാശമുണ്ടോ സുരേഷ് കുമാർ? ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ ഇക്കാര്യങ്ങളിൽ അറസ്റ്റിൻ്റെ അവസാന ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ പറയുന്ന വിശ്വാസി സമൂഹത്തെ ആകെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത് എന്നത് കൂടെ നാം മനസ്സിലാക്കി. ശ്യാംരാജിനോട് നമുക്ക് കണിശമായി ചോദിക്കാം, എന്തുകൊണ്ടാണ് സന്ദീപ് വചസ്പതി തന്ത്രിയുടെ വീട്ടിൽ പോയെന്ന് കണിശമായി ചോദിക്കാം. വാജുവാഹനത്തിന്റെ കാര്യവും 2017 കാര്യവും നമുക്ക് വസ്തുതയോടും കൃത്യമായി ചോദിക്കാം. പക്ഷേ ശ്രീ സുരേഷ് കുമാറിന്റെ ചോദ്യം ഇവിടെ ഈ കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് SIT കോടതി ആവർത്തിച്ച് പറയും. നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ പേരിനൊരു നടപടി, ജില്ലാ കമ്മിറ്റി അംഗം മറ്റൊരു നേതാവ് എന്തെങ്കിലും പേരിനൊരു ടോക്കൺ നടപടി പോലും എടുക്കാൻ നിങ്ങൾക്ക് ഈ എന്താണ് BJPക്ക് നേരെയും കോൺഗ്രസിനെ കൈ ചൂണ്ടാൻ എന്താണ് അവകാശം സുരേഷ് കുമാർ? അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. അത് ഞാൻ പറയുന്നതിനേക്കാൾ എത്രയോ മനോഹരമായി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആദരണീയനായ ശ്രീ ഗോവിന്ദൻ മാഷ് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ കണിക പോലും പെടുന്ന ആളുകൾക്ക് യാതൊരുവിധ സംരക്ഷണ വലയവും CPM ഒരുക്കുകയില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. വളരെ സ്പഷ്ടമാണ്. അത് കാരണം എന്താണ്? ഇപ്പോഴും അദ്ദേഹത്തെ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി നിർത്താൻ അർത്ഥം നിങ്ങളുടെ ജില്ലാ നേതാവാണ്. ഇപ്പോഴും ആ ജില്ലാ നേതൃത്വത്തിൽ അയാളെ പിടിച്ചു നിർത്തൽ വഴി ഞങ്ങളുടെ പിന്തുണ ഇപ്പോഴും പത്മകുമാറിനാണ് എന്ന പ്രഖ്യാപനമല്ലേ അത്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. കുറ്റപത്രം സമർപ്പിക്കപ്പെടുക വഴി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സ്പഷ്ടത വരുമ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും രൂപത്തിലുള്ള ആക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞ വാക്കുകളൊക്കെ പിൻവലിക്കാൻ ബഹുമാനപ്പെട്ട ആങ്കർ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട. തയ്യാറാണ്, എന്താ ഒരു തർക്കമില്ല. 2679 പാക്കറ്റ് ആടിയ നെയ്യ് എന്ന് പറഞ്ഞാൽ അഭിഷേകം കഴിഞ്ഞ നെയ്യ്, അതിൽ പോലും ഉടായ്പ കാണിക്കുകയാണ്. ആ പണം ദേവസ്വം അക്കൗണ്ടിൽ എത്തിയിട്ടെന്ന് പറയുന്നത്. ഒരു 64 ചില്ലുവാൻ രൂപ കയ്യിൽ മാറ്റി നൈസായിട്ട് വെച്ച ഒരു പോറ്റിയെ പുറത്താക്കിയിട്ടുണ്ട്. അയാൾ മാത്രമല്ല, ഒരു സംഘമില്ലാതെ ഈ കൊള്ള നടത്താൻ പറ്റും. എപ്പോഴാണിത്? ഇത് നമ്മുടെ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള വാർത്തകൾ അങ്ങ് അന്തരീക്ഷത്തിൽ ചൂട് പിടിച്ച് SIT എന്ന് നിൽക്കുന്ന സമയത്ത് പോലും അവിടെ ഈ പറഞ്ഞ ഉടായ്പ കാണിക്കാൻ ധൈര്യം കാണിച്ചെങ്കിൽ അവിടെ താഴെ സ്വാമിയപ്പൻ ഫ്യൂൽസ് പെട്രോൾ പമ്പുണ്ട്. അവിടുത്തെ ക്രമക്കേടിനെ പറ്റി ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതൊന്നും ഒരാൾ നടത്തുന്നതല്ല, ഒരു സംഘങ്ങൾ നടത്തുന്നതാണ്. ആ സംഘത്തിൽപ്പെട്ട ഒരാളാണ് തന്ത്രി എന്ന് SITക്ക് സംശയമുണ്ടെങ്കിൽ ആ തന്ത്രിയെ പിടികൂടുമ്പോൾ നിങ്ങൾക്ക് പൊള്ളൽ എന്തിനാന്ന് ശ്യാംരാജ്? എങ്ങനെ ഞങ്ങൾക്ക് നിലവില് തന്ത്രിയാണോ മന്ത്രിയാണോ ആദ്യം പിടികൂടേണ്ടിയിരുന്നത് എന്നുള്ളതിൽ ചില സംശയങ്ങളും ചില അഭിപ്രായങ്ങളും ഉണ്ട്. രണ്ട്, ഞങ്ങൾക്ക് പൊള്ളിയതെന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഞങ്ങൾക്ക് അഭിപ്രായം ഉള്ളത് കൊണ്ട് തന്നെയാണ് പൊള്ളുകയല്ല. ഇത് ഞങ്ങൾ ചില സംശയങ്ങൾ ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ കൊള്ള നടത്തിയത് ഏതൊരു വ്യക്തിയാണോ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടണം, അയാൾ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് 100% ഞങ്ങളുടെ അഭിപ്രായം. അത് തന്ത്രിയായാലും മന്ത്രിയായാലും ആരായാലും ഞങ്ങൾക്ക് അതിനകത്ത് എതിരഭിപ്രായവും ഇല്ല. പക്ഷേ ഇതിനകത്ത് ചില സംശയങ്ങളുണ്ട്. കാരണം തിടുക്കത്തിൽപ്പെട്ടിട്ട് തന്ത്രി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവരുടെ തിടുക്കം കാട്ടിയോ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള സംശയം. അതിൻ്റെ ഒന്നാമത്തെ കാരണം തന്നെ ഇവർ പറയുന്ന എന്താണ്, ഈ ശബരിമലയിൽ അവിടെ ഈ തന്ത്രി ചെയ്യേണ്ടതല്ലാത്തുള്ള കാര്യങ്ങൾ, അതായത് ദേവസ്വം ബോർഡ് ചെയ്യേണ്ടിയിരുന്ന അവിടുത്തെ വസ്തുവകകളും അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളും സംരക്ഷിക്കുന്നതിന് തന്ത്രി മൗനാനുവാദം കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടവരെ ആരാണ്? അങ്ങനെയെങ്കിൽ ഇതിന് പ്രാഥമികമായിട്ട് ഈ ശബരിമലയിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ആരാണ് കൈകാര്യം ചെയ്യേണ്ടത്? ആരാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? തന്ത്രിയുടെ ജോലി എന്താണ്? ഞാൻ ചെറിയൊരു ഉദാഹരണം ചോദിക്കാം. ഇപ്പൊ പറയണം, നമ്മൾ ഒരു ആഴി ഒഴിയുന്നു, അല്ലെങ്കിൽ നമ്മൾ തിരി കത്തിച്ചിട്ട് നമുക്ക് ഒരാൾക്ക് ചുറ്റും ഇങ്ങനെ ആഴി ഒഴിയുന്നു. അത് എത്ര തവണ ഒഴിയണം എന്നുള്ളൊരു സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അതിന് ഉത്തരം പറയേണ്ടത് തന്ത്രിയാണോ ദേവസ്വം പ്രസിഡന്റാണോ? തന്ത്രിയാണല്ലോ. അങ്ങനെ തന്ത്രി ചെയ്യേണ്ട ജോലി എന്താ? അവിടെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. മറുവശത്ത് ശബരിമലയിലെ കോടാനുകോടി വരുന്ന സ്വത്തുക്കളും വസ്തുവകകളും സംരക്ഷിക്കേണ്ടത് ആരാണ്? ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡിന്റെ ആളുകൾ, പ്രത്യേകിച്ച് N പ്രശാന്തിനെ പോലുള്ള ആളുകൾ, N പ്രശാന്ത് എന്താ അറസ്റ്റ് ചെയ്യപ്പെടാത്തത്? ഇവിടെ 2025 ശബരിമലയിലെ അവിടുത്തെ സ്വർണ്ണപ്പാളികൾ 2019 സമമായിട്ട് തന്നെ ദേവസ്വം മാനുവലിന് വിരുദ്ധമായിട്ട് ചെന്നൈക്ക് കൊടുത്തുവിട്ട പ്രശാന്ത് എങ്ങനെയാണ് പുറത്തു കിടക്കുന്നത്? ഇവർ തന്ത്രിയുടെ മേലെ ആരോപിച്ചിട്ടുള്ളത് സ്വർണ്ണക്കൊള്ളയ്ക്ക് മൗനാനുവാദം നടത്തി എന്നിട്ടുള്ളതാണെങ്കിൽ, ഇവിടെ ഒരാൾ അറസ്റ്റിലായില്ല എന്നതിന് വേറൊരാൾ അറസ്റ്റിലായ തെറ്റാണെന്ന് അർത്ഥമുണ്ടോ?
അഴിച്ചുകൊണ്ട് പോയവർ പുറത്തും അഴിച്ചുകൊണ്ട് പോകുന്നതിന് മൗനാനുവാദം കൊടുത്തുവെന്ന് നിങ്ങൾ ആരോപിക്കുന്നയാൾ അകത്തും പോകുന്നത് എങ്ങനെയാണ്? അവിടെയാണ് ഞങ്ങളുടെ പ്രശ്നം. വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ പോയിരുന്നതിലും BJPക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അല്ലേ ശ്യാംരാജ്? വാജിവാഹനം ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും വാർത്തകളും അനുസരിച്ചിട്ട് തന്ത്രിക്ക് കൊണ്ടുപോകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാനുവൽ അനുസരിച്ചിട്ട് മനസ്സിലാവേണ്ട കാര്യമാണ്. ഞങ്ങൾ ദേവസ്വം ഭരിച്ചിട്ടില്ലല്ലോ. മാനുവൽ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം വെക്കുക. ഇനി വെക്കാൻ പറ്റില്ലേ, വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല, വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാടില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത്. ഉത്തരം പറ. നിങ്ങൾ തന്ത്രിയെ ന്യായീകരിക്കുന്ന വ്യഗ്രതയിൽ എന്തും പറയല്ലേ? നിങ്ങൾ തന്ത്രിയെ ന്യായീകരിക്കുന്ന വ്യഗ്രതയിൽ എന്തും പറയല്ലേ? ഞാൻ ആരെയും ന്യായീകരിച്ചില്ലെന്നേ. ഞങ്ങൾ ആരെ ഇല്ലെന്ന് ഞാൻ പറയുന്നത് രണ്ട് നീതിയാണ് എന്റെ പ്രശ്നം. പറയട്ടെ അദ്ദേഹത്തെ അല്ല നിക്ക് അത് പിന്നെ ജയരാജന്റെ ചങ്കിനുവേനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കാണോ ചങ്കിനുവേനെ അഭിനയിക്കാൻ വേണ്ടി പറ്റാത്ത? അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാതെ മറിയണം. അതോർത്ത് നീ വിഷമിക്കണ്ട, എന്റെ അണ്ണാക്കി ഇഷ്ടം പോലെ വെള്ളം സ്റ്റോക്ക് ഉണ്ട്. നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. അങ്ങനെ പോകല്ലെന്ന്. ഇത് ഈ രണ്ടു പേർക്കും ഇരട്ട നീതി പാടില്ലാന്ന്. അറസ്റ്റ് ചെയ്തോ, രണ്ടുപേരെ അറസ്റ്റ് ചെയ്യില്ല. അത് വ്യക്തമല്ല. ഞാൻ പറഞ്ഞു ഇനി ശങ്കരദാസൻ ആരോഗ്യ പ്രശ്നമാണെങ്കിൽ വിജയകുമാർ എന്ന് പറഞ്ഞ മറ്റൊരാളുണ്ടായിരുന്നു. വിജയകുമാറിനെ പോലീസ് അങ്ങോട്ട് അറസ്റ്റ് ചെയ്യാറുന്നില്ല. വിജയകുമാർ ഇങ്ങോട്ട് വന്ന് പറയായിരുന്നു, എനിക്ക് ആകെ ടെൻഷനാണ്, എനിക്ക് വീട്ടിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അങ്ങോട്ട് വരികയായിരുന്നു. അതിൽ പറയും എന്തൊരു മഹാനായ മനുഷ്യനാണ്. അത് ശരി, 2-3 പേര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പത്മകുമാറും ശങ്കർദാസും വിജയകുമാറും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 പേര് അറസ്റ്റ് ചെയ്യേണ്ട, ഏതെങ്കിലും ഒരാൾ പോയാൽ മതിയോ? മാത്രമല്ല വിജയകുമാർ അങ്ങോട്ട് അങ്ങോട്ട് പിടിക്കാതല്ലോ, വിജയകുമാർ അങ്ങോട്ട് കീഴടങ്ങായിരുന്നു. എനിക്ക് സമാധാനമില്ല. നമുക്ക് നോക്കാം. വാക്താവ് കെ സുരേന്ദ്രൻ പറയുന്ന സോണിയാഗാന്ധിയുടെ ബന്ധുവിന്റെ സ്ഥാപനത്തിലാണ് പുരാവസ്തുവായി സ്വർണം വിറ്റത് എന്ന് കെ സുരേന്ദ്രൻ ആധികാരികം പറയുന്നുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് 35 സീറ്റ് കിട്ടുമെന്നും ഭരണം പിടിക്കുമെന്നും ആധികാരികമായി പറഞ്ഞിരുന്നല്ലോ. കെ സുരേന്ദ്രന്റെ വാക്കിനൊക്കെ ഈ കേരള സമൂഹത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ആരെങ്കിലും വില കൊടുക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഇനി അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടക്കം കയ്യിൽ കേന്ദ്രസേന ഇരിക്കല്ലേ? ഏത് അന്വേഷണ ഏജൻസിയെ കൊണ്ടാണ് അവർക്ക് അന്വേഷിപ്പിക്കാൻ സാധിക്കാത്തത്? BJP അന്വേഷിപ്പിക്കട്ടെ. സോണിയാഗാന്ധിക്ക് ഇതൊരു സാധനം കിട്ടിയ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ മറ്റേ തുണ്ടുപേപ്പർ എവിടെയോ കടന്ന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിളിച്ചിരുത്തി മണിക്കൂറുകൾ, ഏതാണ്ട് 48 മണിക്കൂർ ചോദ്യം ചെയ്യാൻ മുതിർന്ന ഈ കേന്ദ്ര ഭരണകൂടം, അവരുടെ അന്വേഷണ ഏജൻസി, ഇതിൽ എന്തെങ്കിലും ഒരു തുമ്പുണ്ടെങ്കിൽ സോണിയാഗാന്ധിയും കോൺഗ്രസിനെ വെറുതെ വിടും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയല്ല. അത് വേണം. കഷ്ടം. ഇപ്പൊ കിടന്നിട്ട് അന്വേഷണം നടത്തിക്കോട്ടെ എന്നൊക്കെ വലിയ ഡയലോഗ് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് പറയും. അന്വേഷണം നടത്തുമ്പോൾ അയ്യോ വേട്ടയാടുന്നതെന്ന് പറഞ്ഞ് അവിടുന്ന് കരയുകയും ചെയ്യും. കൃത്യമായിട്ട് വളരെ ഉത്തരവാദിത്തത്തോട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, അടൂർ പ്രകാശാണോ പോറ്റിയാണോ കോൺഗ്രസിന്റെ നേതാവ്? ഇവിടെ അടൂർ പ്രകാശിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്? പോറ്റി പറയുന്നു സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എനിക്ക് കിട്ടി, അതുകൊണ്ട് എന്റെ കൂടെ വരാമോന്ന് MP ആയിട്ടുള്ള അടൂർ പ്രകാശിനോട് ചോദിക്കുന്നു. അങ്ങനെ അടൂർ പ്രകാശ് പോറ്റിനെ കാണാൻ വേണ്ടിയിട്ട് പോയിന്ന്. ഏതാണ് അടൂർ പ്രകാശിന് കിട്ടാത്ത, കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് അല്ലാത്ത അടൂർ പ്രകാശിന് കിട്ടാത്ത അപ്പോയിന്റ്മെന്റ് സോണിയാഗാന്ധിയുടെ ആർക്ക് കിട്ടി? പോറ്റിക്ക് കിട്ടി എന്നാണ് പറയുന്നത്. ഏത് ആ സമയത്ത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന സോണിയാഗാന്ധിക്ക്. അതെന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല, അന്വേഷിച്ചോണ്ടിരിക്കുന്നതാണ്. സോണിയാഗാന്ധിയുടെ സഹോദരിക്കും അമ്മയ്ക്കും ഇറ്റലിയിലെ ഗണപതി എന്ന് പറയുന്ന പേരിലുള്ള ആന്റിക് ഷോപ്പ്, പുരാവസ്തു ഷോപ്പ്, വിഗ്രഹങ്ങളടക്കമുള്ള ഷോപ്പ് ഉണ്ടെന്നേ. അത് ആദ്യമായിട്ട് ആ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച ശ്രീ സുബ്രഹ്മണ്യൻ സ്വാമി ആയിരുന്നു. സുബ്രഹ്മണ്യൻ സ്വാമി ആരോപണം ഉന്നയിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്ത സമയത്ത് എന്താണ് UPA സർക്കാർ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. അത് ഗൂഗിളിൽ തപ്പിയ വിവരമാണെങ്കിൽ ഞാനും തപ്പി. അപ്പൊ ഗൂഗിളിൽ തന്നെ പറയുന്നുണ്ട് CBI അന്വേഷിച്ചു. ശ്യാമരാജ്, അത് ഗൂഗിളിൽ തപ്പി പറയുന്നതാണെങ്കിൽ ഞാനും അത് തന്നെ തപ്പിക്കൊണ്ടിരിക്കുക. അതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് CBI അന്വേഷിച്ചതാണെന്നും ഈ പറഞ്ഞ സഹോദരിയെ പറ്റിയും ഒരു ബന്ധവും ഒന്നും കിട്ടിയില്ലെന്ന് ആ ഗൂഗിളിൽ തന്നെ പറയുന്നുണ്ട്. CBI കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഇന്റർപോളോട് ഇടപെടാൻ വേണ്ടി പറഞ്ഞു. അവിടെ ഇറ്റലിയിലെ പോലീസിനോട് ഇടപെടാൻ വേണ്ടി. അതിനൊന്നും ഇല്ലേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ. Yeah.